ഹലോ, ഗുഡ് മോർണിംഗ്. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമുക്ക് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ട്, എന്തെല്ലാം എനർജീസ് ആണെന്നുള്ളത്, എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്തെല്ലാം ബ്ലെസ്സിങ്സ് ഉണ്ടെന്ന് നോക്കാം. പോസിറ്റീവ് ആയിട്ടിരിക്കണം, ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞുകൊണ്ടിരിക്കുക. പിന്നെ ഇന്നലത്തെ റീഡിങ് റെസണേറ്റ് ആയോ എന്ന് പറയാൻ മറക്കല്ല കേട്ടോ. കമൻറ്റ് ഇടാൻ മടിയാണ് എല്ലാവർക്കും എന്ന് പറഞ്ഞിട്ട് പേഴ്സണൽ മെസ്സേജ് അയച്ചാൽ ആരും അറിയില്ല. അപ്പോൾ അത് കമൻ്റായിട്ട് ഇടാൻ മറക്കല്ലേ. അപ്പോൾ നോക്കാം എന്താണ് ഇന്നത്തെ എനർജി, എന്താണ് ഇന്നേ ദിവസത്തെ എനർജി. ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ഈ വീഡിയോ നിങ്ങൾ എപ്പോൾ കാണുമോ ആ ദിവസത്തെ നിങ്ങളുടെ എനർജി എന്താണെന്നാണ് ചെക്ക് ചെയ്യുന്നത് കേട്ടോ. ജനറൽ റീഡിംഗ് ആണ്, എല്ലാവർക്കും ഒരുപോലെ റെസണേറ്റ് ആവത്തില്ല, എങ്കിലും എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഉറപ്പായിട്ട് റെസണേറ്റ് ആവും. മാത്രമല്ല ഇത് ടൈംലെസ് റീഡിംഗ് ആണ്, എപ്പോഴാണോ നിങ്ങൾ കാണുന്നത് ആ ദിവസമാണ് നിങ്ങൾക്കിത് മാച്ച് ആവുന്നത് കേട്ടോ. അപ്പോൾ നോക്കാം എന്താണ് ഇന്നത്തെ നിങ്ങളുടെ എനർജി. ഫസ്റ്റ് കാർഡ് ക്വീൻ ഓഫ് പെൻറ്റക്കിൾസ് ആണ്. അപ്പോൾ ക്വീൻ ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുന്നത് പണത്തിൻ്റെ അധിപയാണ്. അതുപോലെ ഒരു വർക്കിംഗ് വുമൺ ആണ്. അതുപോലെ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിട്ടുള്ള ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു ഫീമെയിൽ എനർജിയാണ് ക്വീൻ ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുന്നത്. ഇത് ഒരു നമ്മുടെ വരും തലമുറയ്ക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പരമ്പരാഗതമായിട്ട് എന്താണോ നമ്മളിലേക്ക് വന്നിട്ടുള്ളത്. ഇപ്പോൾ നമ്മളൊരു വ്യക്തി എന്ന് പറയുമ്പോൾ അയാൾ ആ ഒരു വ്യക്തി മാത്രമല്ല, മുൻപുണ്ടായിരുന്ന ഒരുപാട് തലമുറകളുടെ ഒരു കണ്ണിയാണ്. അതുപോലെ വരാൻ പോകുന്ന ഒരുപാട് തലമുറകളുടെ ഒരു കണ്ണിയാണ് നമ്മളെന്ന് പറയുന്ന ഓരോ വ്യക്തികളും. അപ്പോൾ നമ്മളിൽ പഴയ കാലത്തിൽ നിന്ന് എന്തെല്ലാം നമ്മളിലേക്ക് വന്നിട്ടുണ്ടോ അത് അടുത്ത ജന്മത്തിലേക്ക് അല്ലെങ്കിൽ അടുത്തടുത്ത തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യാൻ വേണ്ടിയിട്ട് അതിനെ പ്രിസർവ് ചെയ്ത് വെക്കുക. അതായത് നമ്മൾ പാരമ്പര്യ സ്വത്തുക്കൾ കയ്യിൽ വന്നിട്ടുള്ള ആളുകൾ ആരെങ്കിലുമൊക്കെയാണ് നിങ്ങളെങ്കിൽ, നിങ്ങൾ അതിനെ എങ്ങനെ പരിപാലിക്കാമെന്ന് വിചാരിക്കുന്നു, നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി ഇതെങ്ങനെ പ്രിസർവ് ചെയ്ത് വെക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു, അതിനെ പരിപാലിക്കുകയും അതിന് വേണ്ടിയിട്ട് പണം ഇൻവെസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന എനർജിയാണ് ക്വീൻ ഓഫ് പെൻറ്റക്കിൾസ്. മക്കൾക്ക് വേണ്ടി ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുക, വരും തലമുറയ്ക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ നീക്കി വെക്കുക, അങ്ങനെയുള്ളൊരു എനർജിയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നിങ്ങൾ റീപേയ്മെൻറ്റുകൾ, ചിട്ടി പോലുള്ള കാര്യങ്ങളൊക്കെ റീപേയ്മെൻറ്റുകളൊക്കെ ചിലപ്പോൾ ചെയ്യുന്നുണ്ടാവാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ ഒരു വീട് സ്വന്തമാക്കിയിട്ടുണ്ട്. അത് നമുക്ക് വേണ്ടി മാത്രമല്ല, ഒരു വീടെന്നൊക്കെ പറയുന്നത് ഒരുപാട് ജനറേഷൻസിന് വേണ്ടിയിട്ടുള്ളതാണ് ഒരു കുടുംബ വീടെന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഒരു വീടെന്ന് പറയുന്നത് നമ്മുടെ ജനറേഷൻസിന് വേണ്ടിയിട്ടുള്ളതാണ്. ചിലപ്പോൾ പാസ്റ്റിലെ കുറേ ജനറേഷൻസ് കൈമാറി വന്ന വീട്ടിലായിരിക്കും നമ്മൾ താമസിക്കുന്നത്. അതല്ല, നമ്മളാണ് വീട് വാങ്ങിക്കുന്നതെങ്കിൽ നമ്മൾ വരാൻ പോകുന്ന കുറേ ജനറേഷൻസിന് വേണ്ടിയിട്ടാണ് ആ വീട് വെക്കുന്നത്. അപ്പോൾ അതും ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അപ്പോൾ വീടിൻ്റെ പോലുള്ള റീപേയ്മെൻറ്റുകളായിരിക്കാം. എന്ത് അസറ്റ് ആണെങ്കിലും, ഗോൾഡ് ആയാലും കാർ ആയാലും വീടായാലും, അങ്ങനെ എന്ത് അസറ്റ്സ് നിങ്ങൾ മേടിച്ചിട്ടുണ്ടെങ്കിലും അതിൻ്റെ റീപേയ്മെൻറ്റുകൾ വരുന്നതോ അതിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നതോ മക്കളുടെ എഡ്യൂക്കേഷൻ പർപ്പസസിന് വേണ്ടിയിട്ട് പണം മുടക്കുന്നതോ ഒക്കെയാണ് ഈ ക്വീൻ ഓഫ് പെൻറ്റക്കിൾസ് കേട്ടോ. അപ്പോൾ അവിടെ പറയുന്നത് നിങ്ങൾ ഇന്ന് അത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു ഇൻവെസ്റ്റ്മെൻറ്റോ റീപേയ്മെൻറ്റോ ചെയ്യാൻ സാധ്യതയുണ്ടെന്നാണ്. വീടിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും റീപേയ്മെൻറ്റ് ചെയ്യാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് ക്വീൻ ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത്. കുറച്ച് പേർക്ക് പൈസയ്ക്ക് കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. പണം നമുക്ക് ആവശ്യമാണ്, പക്ഷേ പണം നമ്മുടെ കയ്യിൽ എത്തിയിട്ടില്ല. അപ്പോൾ അതെങ്ങനെ കിട്ടും, അല്ലെങ്കിൽ എവിടെ നിന്ന് കിട്ടും എന്ന് അന്വേഷിക്കുന്ന ഒരു എനർജിയാണ്. ചിലപ്പോൾ പെട്ടെന്നായിരിക്കും പൈസയ്ക്ക് ആവശ്യം വരുന്നത്. നിങ്ങളോട് ആരെങ്കിലും ചോദിക്കുന്നതായിരിക്കും, പൈസ ഉണ്ടോ എന്ന് ചോദിക്കുന്നതായിരിക്കും, പെട്ടെന്നുള്ള ആവശ്യമായിരിക്കും, അത്യാവശ്യമായിരിക്കും. അപ്പോൾ നിങ്ങളതെങ്ങനെയും അറേഞ്ച് ചെയ്യാൻ പറ്റുമോ എന്ന് വിചാരിക്കുന്നതോ ഒക്കെ ആയിരിക്കും. എന്തായാലും പൈസയ്ക്ക് ആവശ്യം വരുമ്പോൾ കയ്യിൽ ചിലപ്പോൾ അത്രയും പൈസ ഉണ്ടാവാത്തപ്പോൾ ഉണ്ടാവുന്നൊരു വെയിറ്റിംഗ് എനർജിയും കൂടെ ക്വീൻ ഓഫ് പെൻറ്റക്കിൾസിൽ കാണുന്നുണ്ട്. പണത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന ഒരു എനർജി കേട്ടോ. അതാണ് ക്വീൻ ഓഫ് പെൻറ്റക്കിൾസ്. പിന്നെ ഞാൻ ആദ്യമേ പറഞ്ഞു, നിങ്ങൾക്ക് ഈ വീഡിയോ ഫുള്ളായിട്ട് നിങ്ങൾക്ക് റെസണേറ്റ് ആവണമെന്ന് നിർബന്ധമില്ല. പക്ഷെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് റെസണേറ്റ് ആവും, മിക്കവാറും ആവുമെന്ന് പറഞ്ഞു. ഇൻ കേസ് നിങ്ങൾക്കൊന്നും റെസണേറ്റ് ആവുന്നില്ലെങ്കിൽ നമ്മുടെ എനർജീസ് തമ്മിൽ വ്യത്യാസമാണ്. അപ്പോൾ നിങ്ങൾ ഇനിമേൽ എൻ്റെ വീഡിയോസ് കാണണം എന്നില്ല. നിങ്ങൾക്ക് മാച്ചിങ് ആയിട്ടുള്ള മറ്റ് വീഡിയോസ് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് പോകാവുന്നതാണ് കേട്ടോ. ഒന്നും റെസണേറ്റ് ആവുന്നില്ലെങ്കിൽ ഞാൻ കണ്ടുകൊണ്ടിരുന്നൊരു ശീലമായി പോയതുകൊണ്ട് എൻ്റെ വീഡിയോസ് കാണണമെന്ന് യാതൊരു നിർബന്ധമില്ല. യു ക്യാൻ മൂവ് എഹെഡ് കേട്ടോ. നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ, നിങ്ങൾക്ക് മറ്റ് വീഡിയോസിൽ കോൺസെൻട്രേറ്റ് ചെയ്യാം. എപ്പോഴും എല്ലാ എനർജീസും ഒരുപോലെ ടാലി ചെയ്ത് നിൽക്കണം നിർബന്ധമില്ല കേട്ടോ. ഒരേ എനർജീസാണ് എപ്പോഴും മാച്ചാവുന്നതും അട്രാക്ട് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ എനർജിയിൽ നിൽക്കുന്നവരല്ലെങ്കിൽ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് മാച്ചാവാൻ നിർബന്ധമില്ല. ഓക്കെ, അതാണ് ഫസ്റ്റ് കാർഡ് ക്വീൻ ഓഫ് പെൻറ്റക്കിൾസ് കേട്ടോ. സെക്കൻഡ് കാർഡ് 9 ഓഫ് വാൺസ് ആണ്. ഇത് ചിലപ്പോൾ നിങ്ങൾക്ക്
ആരെങ്കിലും പൈസ ഇന്ന് തരാമെന്ന് പറഞ്ഞിട്ട് ഇന്നൊരു ഡെഡ് ലൈൻ ഒക്കെ ആണെന്ന് വിചാരിക്കും, ഇന്ന് പൈസയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് റീപേയ്മെൻറ്റിനുള്ള ദിവസമാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ നിങ്ങളൊരു കുഞ്ഞുങ്ങളുടെ എഡ്യൂക്കേഷൻ പർപ്പസസിന് വേണ്ടി പൈസ അടയ്ക്കേണ്ട ദിവസമാണെന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾ ഇന്ന് ആരോടെങ്കിലും പൈസ സെറ്റാക്കി വെച്ചിട്ടുണ്ട്, പക്ഷേ അത് കിട്ടുമോ എന്ന് ഉറപ്പില്ല. അപ്പോൾ നമ്മൾ ആ ഉറപ്പില്ലാത്തത് കൊണ്ട് നമ്മൾ പേടിക്കുമല്ലോ, ഇനി കിട്ടുമോ എന്ന് പേടിക്കത്തില്ലേ? ആ ഒരു എനർജിയാണ് 9 ഓഫ് വാൺസ്. ഒരുതരം പേടിയാണ്. അതായത് നമ്മളിപ്പോൾ നിൽക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് സഹനം നടത്തിയിട്ടുണ്ടായിരിക്കും, നമ്മൾ പല പ്രാവശ്യം ആക്രമിക്കപ്പെട്ടിട്ടുണ്ടായിരിക്കും, നമുക്ക് അടുത്ത് നിൽക്കുന്ന ആളുകളിൽ നിന്ന് തന്നെ ആക്രമണം ഏറ്റിട്ടുണ്ടായിരിക്കും, നമ്മൾ ഒരുപാട് ഓവർ തിങ്ക് ചെയ്ത് നമ്മൾ കുറേ പ്രശ്നങ്ങളിൽ നമ്മളായിട്ട് പോയി പെട്ടിട്ടുണ്ടായിരിക്കും, ഡിപ്രഷനിൽ കൂടെ പോയിട്ടുണ്ടായിരിക്കും, ഒരുപാട് കടമ്പകൾ കടന്നിട്ടായിരിക്കും നിങ്ങൾ ഇന്നത്തെ ഒരവസ്ഥയിൽ നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇപ്പോഴും നിങ്ങൾക്ക് ആ പേടിയുണ്ട്, വീണ്ടും പണ്ടത്തേത് ആവർത്തിക്കുമോ എന്നുള്ളൊരു പേടി. അതായത് പൈസ തരാമെന്ന് പറഞ്ഞിട്ട് തരാതിരിക്കുമോ, കിട്ടാതിരിക്കുമോ, ഇന്നത് ചെയ്യാൻ പറ്റാതിരിക്കുമോ എന്നൊക്കെ ഉള്ളൊരു പേടി ഉള്ളിൻ്റെ ഉള്ളിൽ ഉള്ളതുപോലെയാണ് 9 ഓഫ് വാൺസ് കാണുന്നത്. നിങ്ങൾ പേടിക്കണ്ട, കിട്ടുമെന്ന് ഉറച്ചു വിശ്വസിക്കുക. ഒരു വാതിൽ അടഞ്ഞു എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ആ വാതിലിൽ നോക്കി നിൽക്കേണ്ട, 100,000 വാതിലുകൾ ഇപ്പുറത്ത് തുറന്നു കിടപ്പുണ്ട്, അതിലേതെങ്കിലും ഒരു വാതിലിൽ നിന്ന് നിങ്ങൾക്കുള്ള സഹായഹസ്തം കിട്ടുമെന്ന് ഉറച്ചു വിശ്വസിക്കുക കേട്ടോ. നമ്മൾ എത്ര കൂടുതൽ നമ്മളൊരു കാര്യം നടക്കുമെന്ന് ആഗ്രഹിക്കുന്നു, അത്രത്തോളം നമ്മൾ വിശ്വസിക്കുന്നു, അത്രത്തോളം നമ്മൾ ട്രസ്റ്റ് ചെയ്യുന്നു, അത്രത്തോളം അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഭാഗത്തു നിന്നുള്ള എനർജി പോലെ തന്നെ യൂണിവേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് ഒരു എനർജി സപ്പോർട്ട് നമുക്ക് കിട്ടും. അപ്പോൾ പേടിക്കേണ്ട ആവശ്യമില്ല, പേടിക്കുകയേ ചെയ്യേണ്ട, നിങ്ങൾക്കുള്ളത് നിങ്ങളുടെ കയ്യിൽ തന്നെ വന്നു ചേരും. ഓക്കെ, ദെൻ നെക്സ്റ്റ് നൈറ്റ് ഓഫ് സോഡ്സ് ആണ്. ഒരു വഴക്കാളി സ്വഭാവം കാണും, ഒരു ആർഗ്യുമെൻറ്റേറ്റീവ് ആയിരിക്കും. ചിലപ്പോൾ ചിലരോട് ഇങ്ങനെ കുശുമ്പ് കുത്തിയിട്ട് വഴക്കുണ്ടാക്കത്തില്ലേ, അതായത് കുശുമ്പ് കൊണ്ട് വഴക്കുണ്ടാക്കുക മീൻസ് കിട്ടാത്ത മുന്തിരിങ്ങ വിളിക്കും, ആ ഒരു ആറ്റിറ്റ്യൂഡാണ് കേട്ടോ. അതായത് പെട്ടെന്ന് നമുക്ക് ഒരാളോട് വഴക്ക് ഉണ്ടാക്കാൻ തോന്നുക, ആവേശപ്പെടുക, അതായത് മുൻകോപം, എടുത്തുചാട്ടം, അങ്ങനെയുള്ള എനർജി നൈറ്റ് ഓഫ് സോഡ്സ്. വണ്ടി ഓടിക്കുമ്പോൾ സൂക്ഷിക്കണം, വളരെ വേഗത്തിൽ വണ്ടി ഓടിക്കേണ്ട ആവശ്യം ഇല്ല, പതുക്കെ വണ്ടി ഓടിച്ചിരുന്നാൽ മതി കേട്ടോ. അമിത വേഗത്തിൽ വണ്ടി ഓടിക്കുക എന്നൊക്കെയാണ് ഈ നൈറ്റ് ഓഫ് സോഡ്സ്. കുതിരയിൽ ഇങ്ങനെ പായുന്ന എനർജിയാണ്. ഈ കുതിരയിൽ പായുന്ന എനർജി എന്ന് പറയുമ്പോഴേ അതിനകത്ത് ആ കുതിരയുടെ വേഗം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതലാണ്. അപ്പോൾ ആ അത്രയും വേഗതയിലായിരിക്കും ചിന്തയും പ്രവൃത്തിയും ഒക്കെ. അപ്പോൾ ഈ ഒറ്റ ബുദ്ധിയിലായിരിക്കും കാര്യങ്ങൾ ചെയ്യുന്നത്, ഒരു എടുത്തുചാട്ടം പോലെ. അതായത് പിന്നെ ഒരു പുനർചിന്തനയില്ല, വീണ്ടും ഒന്നുകൂടെ ആലോചിച്ചാൽ ചിലപ്പോൾ നമ്മളത് ചെയ്യത്തില്ല. പക്ഷേ ഒറ്റ ബുദ്ധിയിൽ നമ്മൾ പല കാര്യങ്ങളും എടുത്തു ചാടി ചെയ്യുക. ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ട് എടുത്തു ചാടി മറുപടി പറയുക, അത് മറ്റുള്ളവരെ ഹേർട്ട് ചെയ്യുക, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ. അതായത് നമ്മളൊന്ന് സംസാരിക്കുന്നതിന് മുമ്പ് ആലോചിക്കുക, എന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് ആലോചിക്കുക, ഞാനിപ്പോൾ അത് ചെയ്യേണ്ട ആവശ്യമുണ്ടോ, പറയുവാണെങ്കിൽ പറയുന്നതിന് മുമ്പ് അത് പറയേണ്ട ആവശ്യമുണ്ടോ എന്നൊന്ന് ചിന്തിക്കണം. അതാണ് നൈറ്റ് ഓഫ് സോഡ്സ്. എടുത്തുചാട്ടം, മുൻകോപം ഇന്ന ദിവസം ഉണ്ടാകാൻ സാധ്യതയുണ്ട്, വഴക്കാളി സ്വഭാവം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊന്ന് കൺട്രോൾ ചെയ്യുന്നത് നല്ലതായിരിക്കും. ഓക്കെ, അപ്പം നമ്മളിങ്ങനെ ഒരു സ്വഭാവം ഉണ്ടെന്ന് പറയുമ്പോഴേ നിങ്ങളിത് റീഡിങ് കേട്ടിട്ട് നിങ്ങൾ പോവുകയാണ്. അപ്പോൾ എവിടെയെങ്കിലും ഒരു നിങ്ങളായിട്ട് വഴക്കുണ്ടാകാനുള്ളൊരു സാഹചര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം ഇന്ന് ഞാൻ എന്തെങ്കിലും ഇന്ത്യ വഴക്കുണ്ടാകും എന്ന് മനസ്സിലായ അന്ന് നമ്മളൊന്ന് കരുതലോടെ ഇരിക്കുക, സംസാരിക്കാതിരിക്കുക, പറയാൻ വരുന്ന കാര്യങ്ങൾ പകുതി വിഴുങ്ങിയേക്കുക, പറയേണ്ടാത്ത കാര്യങ്ങൾ പറയാതിരിക്കുക, അങ്ങനെയൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്തെടുക്കാനായിട്ട് പറ്റും. കാരണം ഇതൊരു ഗൈഡൻസ് ആണ്. ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട്, വെറും സാധ്യതയാണ് കേട്ടോ, സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ സംഭവിക്കാൻ വരികയാണെങ്കിൽ നിങ്ങളിങ്ങനെ ചെയ്യണം എന്നാണ് ഈ പറയുന്നത് കേട്ടോ. അല്ലാതെ ഇത് മുഴുവൻ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുമെന്നോ അല്ലെങ്കിൽ ഇത് നിങ്ങൾ ഇങ്ങനെ സംഭവിക്കുമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും അതിങ്ങനെ സംഭവിക്കുമെന്നൊന്നുമല്ല. നമ്മൾ അതിൻ്റെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുക. അപ്പോൾ നെഗറ്റീവായിട്ടാണ് റീഡിങ്ങിൽ വരുന്നതെങ്കിൽ പോലും നിങ്ങൾ എന്ത് ചെയ്യണം, അതിൻ്റെ പോസിറ്റീവ് വശം ചിന്തിക്കുക. അപ്പോൾ നെഗറ്റീവായിട്ടുള്ള കാർഡ്സ് വന്നാൽ ഞാനിന്ന് ഏറ്റവും പോസിറ്റീവായിട്ടിരിക്കുന്ന ദിവസമാണ്, ഞാൻ വളരെ ഹാപ്പി ആയിട്ടിരിക്കുന്ന ദിവസമാണ്, ഞാൻ ഇന്ന് വളരെ പോസിറ്റീവാണ് എന്ന് നിങ്ങൾ തന്നെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുമ്പോൾ ആ എനർജിയാണ് നിങ്ങൾ സ്പ്രെഡ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ എനർജി എന്താണോ അതേ നമുക്ക് സ്പ്രെഡ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ സാഡാണെങ്കിൽ നമുക്ക് സാഡ്നെസ്സേ സ്പ്രെഡ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ ഹാപ്പി ആണെങ്കിൽ നമ്മൾ നിൽക്കുന്നിടത്ത് എല്ലാവർക്കും ഹാപ്പിനെസ് കിട്ടും. മനസ്സിലായോ? അപ്പോൾ ആ രീതിയിൽ വേണം നമ്മൾ ബിഹേവ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇവിടെ ഒരു എടുത്തുചാട്ടത്തിൻ്റെയും വഴക്കാളി സ്വഭാവത്തിൻ്റെയും ട്രേറ്റ്സ് ഉണ്ട്. അപ്പോൾ അതൊന്ന് കൺട്രോൾ ചെയ്യുന്നത് നല്ലതായിരിക്കും. സണ്ണാണ് കേട്ടോ. സൺ കാർഡ് വരുന്നത് ഏറ്റവും പുതിയ തുടക്കം എന്നാണ്. അതായത് ഭയങ്കരമായിട്ട് ഹീൽ ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ സൺ കാർഡ് വരുന്നത്. അതായത് നിങ്ങൾ പഴയ വലിയ പ്രശ്നത്തിലുണ്ടല്ലോ, നിങ്ങൾ ടാരോ റീഡിങ്സ് ഒക്കെ കാണാൻ തുടങ്ങിയൊരു വലിയ പ്രശ്നമുണ്ടല്ലോ, ആ പ്രശ്നത്തിൽ നിങ്ങൾ ഒത്തിരി മാറിപ്പോയിട്ടുണ്ട്. നിങ്ങൾ ഒരുപാട് ഹീൽ ചെയ്തു, നിങ്ങൾക്കിപ്പം ആ ഒരു പ്രശ്നത്തിൽ നിന്ന് നിങ്ങൾക്ക് മാറി നിൽക്കാൻ പറ്റുന്നുണ്ട്. ആ പ്രശ്നത്തിന് കാരണമായ ഒരു വ്യക്തിയാണെങ്കിലും ഒരു സംഭവമാണെങ്കിലും അതിനെ നിങ്ങൾക്കിപ്പോൾ വലിയ വേദനയില്ലാതെ കാണാൻ പറ്റുന്നുണ്ട്, കേൾക്കാൻ പറ്റുന്നുണ്ട്, അവരെക്കുറിച്ച് ഓർക്കാൻ പറ്റുന്നുണ്ട്, ആ സംഭവത്തെ നിങ്ങൾക്ക് മറന്നു കളയാൻ പറ്റുന്നുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ട്. ഒരു പുതിയ തുടക്കമാണ് സൺ കാർഡ് പറയുന്നത്. നിങ്ങൾ ഹീൽ ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നാണ്, നിങ്ങളൊരു പുതിയ തുടക്കം വരുന്നു എന്നാണ്, നിങ്ങൾക്ക് വളരെ പോസിറ്റീവായിട്ടിരിക്കാൻ പറ്റും എന്നാണ്. ഇതൊരു യാത്രയുടെ കാർഡാണ്. വളരെ ഹാപ്പി ആയിട്ട് ഒരു ട്രിപ്പൊക്കെ പോകുന്ന എനർജിയാണ് ഈ സൺ കാർഡ് എന്ന് പറയുന്നത്. അതായത് ഒരു കുതിരപ്പുറത്ത് ഒരു കുട്ടി
യാത്ര ചെയ്യുമ്പോൾ അവൻ എത്ര നിഷ്കളങ്കമായിട്ടാണ്, എത്ര ഹാപ്പി ആയിട്ടായിരിക്കും ഈ ലോകത്തെ കാണുന്നത്. ആ യാത്ര അവൻ എത്രത്തോളം നന്നായിട്ട് ആസ്വദിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ അത്രത്തോളം പുതിയതായിട്ട് നിങ്ങൾ ലോകത്തെയും ജീവിതത്തെയും കാണാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. കാരണം നിങ്ങൾക്ക് മുൻപ് ഒരുപാട് ചീത്ത അനുഭവങ്ങളും ചീത്ത ട്രോമാസും ഒക്കെ ഉണ്ടായിട്ടുള്ളവരായിരിക്കും. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾ പാഠം ഉൾക്കൊണ്ടിട്ടുള്ളവരാണ്. അപ്പോൾ ഇനി മുന്നോട്ട് പോകുമ്പം ഞാൻ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല എന്ന വ്യക്തമായ ധാരണയുള്ളവരാണ് നിങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് ഇനിയുള്ള ദിവസങ്ങൾ വളരെ പുതുമയുള്ളതായിരിക്കും, വളരെ പുതിയതായിരിക്കും. നിങ്ങൾ ഇന്ന് എന്ത് ചെയ്താലും സക്സസ് ഉണ്ടാവാൻ സാധ്യതയുള്ളൊരു ദിവസമാണ്. അബണ്ടൻസിൻ്റെ ദിവസമാണ് സൺ ഗാർഡ് എന്ന് പറയുന്നത് കേട്ടോ. വളരെ പുതിയ തുടക്കം എന്നാണ് കേട്ടോ. സമൃദ്ധിയുടെ ദിവസമാണ്, അബണ്ടൻസിൻ്റെ ദിവസമാണ്, പോസിറ്റിവിറ്റിയുടെ എനർജി ഉള്ള ദിവസമാണ്, ഹാപ്പിനെസ്സിൻ്റെ എനർജി ഉള്ള ദിവസമാണ്. ഓക്കെ, സോറി. ടെൻ ഓഫ് വാണ്ട്സ് എന്ന് പറയുന്നതേ, ചിലപ്പോൾ നിങ്ങളിന്ന് ഓവറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കും. ഇങ്ങനെ ജോലി ചെയ്ത് മടുക്കത്തില്ലേ? അതായത് ചിലപ്പോൾ നമ്മുടെ ജോലി മാത്രമല്ല മറ്റുള്ളവരുടേതും കൂടി എടുത്ത് തലയിൽ വെക്കുക, മറ്റുള്ളവരുടെ കാര്യങ്ങളും കൂടെ നമ്മൾ ചെയ്യേണ്ടി വരിക. അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ ഓവർ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ മടുത്തു പോകത്തില്ലേ? ആ എനർജിയാണ് ടെൻ ഓഫ് വാണ്ട്സ്. ഇനി മറ്റുള്ളവരുടെ ജോലിയല്ല എങ്കിൽ കൂടി നിങ്ങൾ തന്നെ എന്നും ചെയ്യുന്ന ജോലിയിൽ കൂടുതൽ നിങ്ങൾ മറ്റു ജോലികളും കൂടെ ഏറ്റെടുത്ത് ചെയ്യുവാണെങ്കിലും ടെൻ ഓഫ് വാണ്ട്സ് വരും. അതായത് നിങ്ങൾക്ക് തലയിലെടുക്കാൻ പറ്റുന്നതിൽ കൂടുതൽ ബാധ്യത തലയിൽ വരിക. അത് ജോലി ചെയ്യുന്ന സ്ഥലത്താണെങ്കിൽ അമിതമായി ജോലി ചെയ്യുന്നതായിരിക്കും. അതല്ലെങ്കിൽ നിങ്ങളുടെ തലയിലേക്ക് ഇന്ന് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നതിൽ കൂടുതൽ പ്രശ്നങ്ങൾ നിങ്ങളുടെ തലയിൽ ഇരിക്കുന്നുണ്ടായിരിക്കും. ചിലപ്പം റിലേഷൻഷിപ്പ് ഇഷ്യൂസ്, വീട്ടിലെ അച്ഛനും അമ്മയായിട്ടുള്ള പ്രശ്നമായിരിക്കാം, ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻ ആയിരിക്കാം, കുഞ്ഞുങ്ങളുമായിട്ടുള്ള പ്രശ്നമായിരിക്കാം, ഇനി ജോലി സ്ഥലത്തെ പ്രശ്നമായിരിക്കാം, ഫിനാൻഷ്യലായിട്ടുള്ള പ്രശ്നമായിരിക്കാം, ഇനി കൂട്ടുകാരുമായിട്ടുള്ള പ്രശ്നമായിരിക്കാം. എന്ത് പ്രശ്നമായിക്കോട്ടെ, അത് നിങ്ങൾക്ക് കുറേ അധികം പ്രശ്നങ്ങൾ തലയിലേക്ക് വരുമ്പോൾ എല്ലാം കൂടെ മാനേജ് ചെയ്യാൻ പറ്റാതെ വരത്തില്ലേ? ആ ഒരു എനർജിയാണ് ടെൻ ഓഫ് വാണ്ട്സ്. അപ്പോൾ നമ്മൾ ഭയങ്കര എക്സോസ്റ്റഡ് ആവും, നമ്മൾ മടുത്തു പോയി, എന്താണ് എനിക്കിങ്ങനെ, ഞാൻ എന്തിനാണ് ഇത്രയും ഭാരം എടുക്കുന്നത് എന്നൊക്കെ നമുക്ക് നമ്മളോട് തന്നെ തോന്നത്തില്ലേ? ആ എനർജിയാണ് ടെൻ ഓഫ് വാണ്ട്സ് എന്ന് പറയുന്നത്. ജോലിയൊക്കെ എടുത്ത് മടുത്തു പോവുക, അല്ലെങ്കിൽ അമിതമായ ബാധ്യതകൾ തലയിലിരുന്നിട്ട് നമ്മൾ മടുത്ത് എങ്ങനെയെങ്കിലും ഇതൊന്ന് ഒഴിവാക്കിയാൽ മതി എന്ന് വിചാരിച്ച് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വേണ്ടെന്ന് വെക്കുന്ന ഒരു എനർജിയാണ് ടെൻ ഓഫ് വാണ്ട്സ്. ഇതൊരു കാർമിക് സിറ്റുവേഷൻ്റെ എൻഡാണ്. അതായത് നിങ്ങളിങ്ങനെ ബുദ്ധിമുട്ടാണ് ഈ സമയത്ത്, നിങ്ങളിങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളിൽ കിടന്ന് വലയണം എന്നുള്ളത് കൊണ്ടാണ് നിങ്ങൾ ഇത്തരം പ്രശ്നങ്ങളിൽ പെടുന്നത്. ചിലപ്പോൾ ഇതൊക്കെ വളരെ സ്മൂത്തായിട്ട് നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്ത് വിടാവുന്നതേ ഉള്ളൂ. പക്ഷേ നിങ്ങൾക്ക് ഈ സമയം മോശ സമയം ആയതുകൊണ്ടും നിങ്ങളിത് അനുഭവിക്കേണ്ടതായതുകൊണ്ടുമാണ് ഇത്തരം പ്രശ്നങ്ങൾ വന്ന് വരുന്നത്. അതായത് നിങ്ങൾ വെറുതെ ചിലരോട് സംസാരിക്കുന്ന വാക്കുകൾ പോലും വഴക്കായി മാറുക, പൈസ എടുത്ത് ചിലവാക്കുമ്പോൾ അത് അനാവശ്യ ചിലവായി പോവുക, അല്ലെങ്കിൽ നഷ്ടമായി പോവുക, അങ്ങനെയുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങളാണ്. അശ്രദ്ധമായിട്ട് വരുന്ന വാക്കുകളോ പ്രവൃത്തിയൊക്കെ നമുക്ക് വലിയ പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു എനർജിയാണ് ഈ ടെൻ ഓഫ് വാണ്ട്സ്. അപ്പോൾ ഇന്നത്തെ ദിവസം കുറച്ചൊരു ഹെക്റ്റിക് ആയിരിക്കും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ച് വേണം കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. എല്ലാം എടുത്ത് തല്ലിൽ വെക്കേണ്ട. സിക്സ് ഓഫ് കപ്സ് ആണ്. ഇത് പാസ്റ്റിലെ കാർഡാണ്. ഈ കാർഡ് നമുക്ക് 3 ദിവസമായിട്ട് അടുപ്പിച്ച് വരുന്നുണ്ട്. അതായത് പാസ്റ്റിൽ നിന്നും ആരോ നമ്മുടെ ലൈഫിലേക്ക് തിരിച്ചു വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ പാസ്റ്റ് ലൈഫിൽ എന്ന് വെച്ചാൽ മേ ബി നിങ്ങളുടെ പാസ്റ്റ് ലൈഫിലെ കഴിഞ്ഞ ജന്മത്തിലെ ഒരാളായിരിക്കാം, അല്ലെങ്കിൽ ഈ ജന്മം തന്നെ മുൻപ് നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ആയിരുന്ന ഒരാളായിരിക്കാം. ചിലപ്പോൾ നിങ്ങളൊരു ബ്രദർ സിസ്റ്റർ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരുന്നവരായിരിക്കാം. അങ്ങനെയുള്ളൊരു എനർജി റീയൂണിയനിലേക്ക് വരുന്നതായിരിക്കും. അതല്ല, ഇനി അല്ലാത്ത റിലേഷൻഷിപ്പായിട്ടുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്കും ഒരു റീയൂണിയൻ്റെ ദിവസമാണ് സിക്സ് ഓഫ് കപ്സ് എന്ന് പറയുന്നത്. ഇത് റീയൂണിയൻ്റെ ദിവസമാണ്. അതുപോലെ ബ്രദേഴ്സ് സിസ്റ്റേഴ്സ് സിബ്ലിങ്സിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും ഹെൽപ്പ് കിട്ടുക, അല്ലെങ്കിൽ അവരിൽ നിന്ന് നമുക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ കിട്ടുക, അങ്ങനെയൊക്കെയുള്ളൊരു എനർജിയാണ് സിക്സ് ഓഫ് കപ്സ്. അവരിൽ നിന്നൊരു ഹെൽപ്പ് കിട്ടുന്നതാവാം, ഗിഫ്റ്റ് കിട്ടുന്നതാവാം, ഒരു സർപ്രൈസ് കിട്ടുന്നതാവാം. ഇതൊക്കെയാണ് സിക്സ് ഓഫ് കപ്സ് എന്ന് പറയുന്നത്. അതുപോലെ ഇവിടെയും വീടുമായി ബന്ധപ്പെട്ട് ചിലപ്പോൾ വീട് വാങ്ങിക്കുക, വീട് വിൽക്കുക, ചിലപ്പോൾ പാരമ്പര്യമായിട്ടുള്ള വീട് നിങ്ങൾക്ക് സ്വത്ത് അവകാശം കിട്ടുക, അതൊക്കെ സിക്സ് ഓഫ് കപ്സിൽ വരുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് അപ്രതീക്ഷിതമായിട്ട് നിങ്ങൾക്ക് ഒരു പരിചയവും ഇല്ലാത്ത ആളുകളിൽ നിന്ന് നിങ്ങൾക്ക് സഹായം കിട്ടുന്നത് സിക്സ് ഓഫ് കപ്സിൽ വരുന്നുണ്ട്. ഇതൊരു റീയൂണിയൻ്റെ കാർഡാണ്. പാസ്റ്റിൽ, അതായത് മുൻപ് നിങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ടതായിരുന്ന ഒരാൾ, അത് നിങ്ങളുടെ ലൈഫിൽ നിന്ന് ഇപ്പോൾ പോയിട്ടുണ്ടാവും, ആ ആൾ നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വന്നിട്ട് റീയൂണിയൻ ഉണ്ടാകുന്ന കാർഡാണ് സിക്സ് ഓഫ് കപ്സ്. കൂടാതെ നിങ്ങൾ നൊസ്റ്റാൾജിയുടെ കാർഡാണ്. ഇത് നിങ്ങൾ നിങ്ങളുടെ കൂടെ പഠിച്ചവരെയോ നിങ്ങളുടെ കൂടെ ജോലി ചെയ്തിട്ടുള്ളവരെയൊക്കെ കാണുന്നതോ, അല്ലെങ്കിൽ അവരുമായിട്ട് സംസാരിക്കുന്നതോ, കമ്മ്യൂണിക്കേഷനാണ് കേട്ടോ, ഫോൺ വിളിക്കുന്നതോ ഒക്കെ ആയിരിക്കാം. അങ്ങനെയുള്ളൊരു കാര്യം സംഭവിക്കുന്നതായിരിക്കാം. ഇനി അതും അല്ലെങ്കിൽ നിങ്ങൾക്ക് പഴയ ആളുകളെക്കുറിച്ച് നിങ്ങൾ കേൾക്കുന്നതായിരിക്കാം. നിങ്ങളുടെ കൂടെ പഠിച്ചവരോ അല്ലെങ്കിൽ കുഞ്ഞുനാളിലെ ബാല്യകാല സുഹൃത്തുക്കളോ നിങ്ങളുടെ സ്വന്തം നാടിനെക്കുറിച്ചോ നാട്ടിലുള്ള എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ചൊക്കെ കേൾക്കുന്നതും അതിനെക്കുറിച്ചുള്ള വാർത്തകൾ കേൾക്കുന്നതും ഒക്കെ ആകാനും സാധ്യതയുണ്ട്. നൊസ്റ്റാൾജിയയിലേക്ക് പോകുന്നതാണ് കേട്ടോ. പഴയ കാര്യങ്ങൾ നമ്മൾ ആരോടെങ്കിലുമൊക്കെ പറയുക, അത് പറഞ്ഞ് സന്തോഷിക്കുകയും വേദനിക്കുകയും ചെയ്യുക, അതൊക്കെയാണ് സിക്സ് ഓഫ് കപ്സ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അതാണ് റീയൂണിയൻ്റെ കാർഡാണ്. ഓക്കെ,
ദെൻ 6 ഓഫ് വാൺസ് ആണ്. ഇത് ഒരു റിയൂണിയൻ്റെ കാർഡാണ്. 6 ഓഫ് വാൺസ് എന്ന് പറയുന്നത് നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഒരു സെപ്പറേഷനിൽ നിൽക്കുന്ന റിലേഷൻഷിപ്പിലുള്ള ആളുകൾക്ക് ഒരു റീയൂണിയൻ വരുന്നതാണ്. ഒരുമിച്ച് കാണുന്നതായിരിക്കാം, സംസാരിക്കുന്നതായിരിക്കാം, ഒരുമിച്ച് യാത്ര ചെയ്യുന്നതായിരിക്കാം. അതൊക്കെയാണ് 6 ഓഫ് വാൺസ് എന്ന് പറയുന്നത്. അതുപോലെ നിങ്ങൾക്കൊരു പബ്ലിക് റെക്കഗ്നേഷൻ കിട്ടാവുന്നതാണ്. അതായത് ഇതുവരെ നിങ്ങളോട് വലിയ കൂട്ടൊന്നും ഇല്ലാതിരുന്ന ആളുകൾ നിങ്ങളോട് കൂട്ടുകൂടുക, നിങ്ങളോട് വളരെ മോശമായിട്ട് സംസാരിച്ചിരുന്ന ആളുകൾ നിങ്ങളോട് വളരെ സ്നേഹം പ്രകടിപ്പിക്കുക. അതായത് നിങ്ങളുടെ മൂല്യം അവർ മനസ്സിലാക്കുക, നിങ്ങൾ എന്താണ് എന്നുള്ളത് അവർക്ക് മനസ്സിലാവുന്നതാണ് ഈ 6 ഓഫ് വാൺസ്. പബ്ലിക് റെക്കഗ്നേഷനാണ് കേട്ടോ, മറ്റുള്ളവർ നിങ്ങളെ അംഗീകരിക്കുന്ന ദിവസമാണ്. ഇനി മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കുകയാണെങ്കിൽ സമ്മാനം കിട്ടാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഇങ്ങനെ വാദ്യമേളങ്ങളോടെ നിങ്ങൾ മറ്റുള്ളവരുടെ അകമ്പടിയോടുകൂടി നിങ്ങൾ ആനയിക്കപ്പെടാൻ സാധ്യതയുണ്ട്. നിങ്ങൾ മറ്റുള്ളവർ നിങ്ങളെ അനുമോദിക്കാൻ സാധ്യതയുണ്ട്. അതൊക്കെയാണ്. ഇനി ചിലപ്പോൾ ഒരു കല്യാണത്തിലേക്കോ അല്ലെങ്കിൽ ഒരു കല്യാണം പോലുള്ള ഒരു ഫംഗ്ഷനിൽ ചിലപ്പോൾ നിങ്ങൾ പങ്കെടുക്കുന്നുണ്ടാവാൻ സാധ്യതയുണ്ട്. അതൊക്കെയാണ് 6 ഓഫ് വാൺസ് പറയുന്നത്. മോസ്റ്റ്ലി ഇത് കല്യാണ നിശ്ചയം, പിന്നെ പബ്ലിക് റെക്കഗ്നേഷൻ, അതുപോലെ റീയൂണിയൻ, ഇതൊക്കെയാണ് പറയുന്നത്. അപ്പോൾ റീയൂണിയൻ്റെ 2 കാർഡ് വന്നിട്ടുണ്ട് കേട്ടോ. പാസ്റ്റിൽ നിന്നുള്ള ഒരാളാണേ, അതായത് മുമ്പ് നിങ്ങളുടെ വളരെ പ്രിയപ്പെട്ടതായിരുന്ന ആൾ, അതായത് ഒരുപാട് നാളുകളായിട്ട് നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നിട്ട് അതുവഴിയിൽ ഉപേക്ഷിച്ചിട്ട് പോയിട്ടുള്ള ആളുകളായിരിക്കും. അങ്ങനെയുള്ളവർ തിരിച്ചു വരുന്ന ഒരു എനർജിയാണ് കേട്ടോ. ഇവർ പാസ്റ്റ് ലൈഫിലും നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും. പാസ്റ്റ് ലൈഫിൽ ബ്രദറോ സിസ്റ്റർ ഒക്കെ ആയിരിക്കാൻ സാധ്യതയുണ്ട്. ഈ ലൈഫിലും ചിലപ്പോൾ നിങ്ങൾ ബ്രദറോ സിസ്റ്റർ ഒക്കെ ആയിരിക്കും, അല്ലെങ്കിൽ അത്തരത്തിലുള്ള റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്തവരൊക്കെ ആയിരിക്കാൻ സാധ്യതയുണ്ട്. ഞാൻ 3 ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുന്നത് നിങ്ങൾ പുതിയ കാര്യം എന്തെങ്കിലും പഠിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. പുതിയൊരു കാര്യം പഠിക്കുക, പുതിയൊരു പഠന മേഖലയിലേക്ക് പോകുന്നതായിരിക്കാം. അതായത് ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് പൈസ കിട്ടുന്ന എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ പഠിക്കാൻ പോകുന്നതായിരിക്കാം. ചിലപ്പോൾ നിങ്ങളുടെ ജോലിക്കാര്യവുമായി ബന്ധപ്പെട്ട് ഒരു മധ്യസ്ഥനോട് സംസാരിച്ച് നിങ്ങൾ ജോലിയൊക്കെ ശരിയാക്കുന്നതായിരിക്കാം. ഈ ജാതി അല്ലെങ്കിൽ മതപരമായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിലെ ജോലികളൊക്കെ വരത്തില്ലേ, അപ്പോൾ അതൊക്കെ റെക്കമെൻഡേഷൻസിലൂടെ നടക്കും. അപ്പോൾ രാഷ്ട്രീയക്കാരോടോ സാമുദായിക നേതാക്കന്മാരോടോ മതപരമായിട്ടുള്ള നേതാക്കന്മാരോടോ ഒക്കെ സംസാരിച്ച് ജോലിയോ ഒക്കെ സെറ്റാക്കുന്നതായിരിക്കാം. ചിലപ്പോൾ റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ഉള്ളവർ മറ്റുള്ളവരുടെ മധ്യസ്ഥതയിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ഒന്ന് ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കാം. പിന്നെ നിങ്ങളുടെ വീട് പണി നടക്കുന്നുണ്ടെങ്കിൽ അതിൽ കോൺട്രാക്ടറുമായിട്ടൊക്കെ നിങ്ങൾ സംസാരിക്കുന്നതായിരിക്കാം. അതൊക്കെയാണ് കേട്ടോ. അതുപോലെ നിങ്ങൾ പുതിയൊരു കാര്യം പഠിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇന്ന് നിങ്ങൾ ധൈര്യമായിട്ട് പഠിച്ചോളൂ. അത് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ ഫിനാൻഷ്യൽ അബണ്ടൻസ് കൊണ്ട് തരുന്ന ഒരു കാര്യമാണ്. ഫ്യൂച്ചറിൽ പണം കിട്ടാൻ സാധ്യതയുള്ളൊരു കാര്യമായിരിക്കും നിങ്ങളിന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. അതൊക്കെയാണ് 3 ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത്. കൂടാതെ നിങ്ങളുടെ ജോലി സ്ഥലത്ത് നിങ്ങൾക്കെതിരെ ചിലപ്പോൾ ആളുകൾ ഒരു കോൺസ്പിറസി ഒക്കെ പോലെ നടത്താൻ സാധ്യതയുണ്ട്. അതല്ലെങ്കിൽ മറ്റുള്ളവർ നിങ്ങൾക്കെതിരെ എന്തെങ്കിലുമൊക്കെ സംസാരിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നതോ അറിയുന്നതോ ആയിരിക്കാം. ഇനി നിങ്ങളൊരു ടീമായിട്ട് വർക്ക് ചെയ്യുന്നതാണ്. അതായത് നിങ്ങളിൽ നിന്ന് അകന്നു പോയിട്ടുള്ള ആളുകളുമായിട്ടൊക്കെ ചേർന്ന് നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുക, ടീമായിട്ട് വർക്ക് ചെയ്യുക, കൊളാബറേഷൻ സംഭവിക്കുക, ഇതൊക്കെയാണ് 3 ഓഫ് പെൻറ്റക്കിൾസ്. അപ്പോൾ പരസ്പരം അകന്നു പോയിട്ടുള്ള ആളുകൾ കൂടിച്ചേരാനുള്ള എനർജി ഇന്ന ദിവസം കൂടുതലാണ്. അത് റിലേഷൻഷിപ്പ് ആണോ നിർബന്ധമില്ല. ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കാം, ബന്ധുജനങ്ങളുമായിട്ടുള്ളതായിരിക്കാം, കൂടെ പഠിച്ചവരായിരിക്കാം, മുമ്പ് കൂടെ ജോലി ചെയ്തവരായിരിക്കാം, എന്തുവാ കേട്ടോ. ഒരു ടീമായിട്ട് വർക്ക് ചെയ്യുന്നതാണ്. ദെൻ ഹൈ പ്രീസ്റ്റസ് ആണ്, ഒരു സ്പിരിച്വൽ ഗുരുവാണ്, ഒരു ഫീമെയിൽ എനർജിയാണ്, സ്പിരിച്വൽ ഗുരുവാണ്. അങ്ങനെയുള്ള ഒരാളിൽ നിന്ന് നിങ്ങൾക്കൊരു ഗൈഡൻസ് ഒക്കെ കിട്ടുന്നതായിരിക്കും സാധ്യതയുണ്ട്. അതുപോലെ നിങ്ങളുടെ ഇൻഡ്യൂഷൻ ഇന്ന് ഭയങ്കര ഹൈ ആയിരിക്കും. നിങ്ങൾക്ക് വ്യക്തമായിട്ട് നിങ്ങൾക്ക് എന്താണ് സംഭവിക്കുന്നതെന്നും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഹൈലി ഇൻഡ്യൂട്ടീവ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഒരാളെ വിളിക്കണം എന്ന് വിചാരിക്കുകയെന്ന് വെച്ചു, അല്ലെങ്കിൽ നിങ്ങൾ ഒരാൾക്കൊരു മെസ്സേജ് അയക്കണം എന്ന് വിചാരിക്കുകയാണെങ്കിൽ സെയിം ടൈമിൽ അയാൾ നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടാവും. നിങ്ങളിപ്പോൾ അവരെ വിളിക്കുമ്പോൾ അവർ പറയും ഞാനിപ്പം നിന്നെക്കുറിച്ച് വിചാരിച്ചതേ ഉള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ ഒരാളെ വിളിക്കാൻ വേണ്ടി ഫോൺ എടുക്കുന്ന സമയത്ത് അവരുടെ ഒരു മെസ്സേജോ കോളോ വരിക, നിങ്ങൾ അങ്ങോട്ട് വിളിക്കുമ്പോൾ ഞാനിപ്പോൾ വിളിക്കാൻ ഫോൺ എടുത്തതേ ഉള്ളെന്ന് പറയും. അതായത് ഹൈലി ഇൻഡ്യൂട്ടീവാണ്. അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ നിങ്ങൾക്കും ആ ഇൻഡ്യൂഷൻ കിട്ടും, നിങ്ങൾ അവരെക്കുറിച്ച് ചിന്തിക്കും. അങ്ങനെയുള്ളൊരു എനർജിയാണ് ഇൻഡ്യൂഷൻ കൂടുതലെന്ന് നമ്മൾ പറയുന്നത്. അതുപോലെ വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചും എന്ത് തീരുമാനം എടുക്കണം എന്നതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് വ്യക്തമായൊരു ധാരണ ഇന്ന ദിവസം കിട്ടുന്നുണ്ടാവും. പിന്നെ നിങ്ങൾക്ക് അറിയാതിരുന്ന ചില രഹസ്യങ്ങൾ നിങ്ങളിലേക്ക് തന്നെ ഓപ്പണപ്പായിട്ട് വരും. നിങ്ങളറിയാതെ നിങ്ങളിലേക്ക് തന്നെ നിങ്ങൾക്ക് ചുറ്റും നടന്നിരുന്ന രഹസ്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ അങ്ങനെ ഓപ്പണപ്പായി വരുന്ന ഒരു എനർജിയാണ് ഹൈ പ്രീസ്റ്റസ് കേട്ടോ. പിന്നെ അമ്മയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അമ്മയെപ്പോലെ നിങ്ങൾ കാണുന്ന ഒരു വ്യക്തിയുമായി ബന്ധപ്പെട്ടൊക്കെ എന്തെങ്കിലും ഒരു വാർത്ത കേൾക്കുന്നതോ അങ്ങനെയൊക്കെയുള്ള ഒരു എനർജിയും കൂടിയാണ് ഹൈ പ്രീസ്റ്റസ് കേട്ടോ. നെക്സ്റ്റ് വീൽ ഓഫ് ഫോർച്യൂൺ ആണ്. ഇത് ഭാഗ്യചക്രം എന്നാണ് പറയുന്നത്, ഭാഗ്യചക്രം. അപ്പോൾ ഇന്ന് ചിട്ടിയോ ലോട്ടറിയൊക്കെ ഉണ്ടെങ്കിൽ കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ വീൽ ഓഫ് ഫോർച്യൂൺ എന്ന് പറയുന്നത് നമ്മുടെ ഒരു കാർമിക് ആയിട്ടുള്ള സൈക്കിൾ എൻഡ് ആവുന്നെന്നും
അതുപോലെ നമ്മൾ ഇതിന് ശേഷം നമുക്ക് ഭാഗ്യമുണ്ടാകും എന്നാണ്. അതായത് നമ്മൾ ഒരു വലിയ കാർമിക്കാണ്, ഇത് പാസ്റ്റ് ലൈഫിൽ നിന്നുള്ളൊരു കാർമിക്കാണ് കേട്ടോ, ലൂപ്പാണ്, അത് കാർമിക് ലൂപ്പാണ്. അപ്പോൾ അതിലെ ഒരു സൈക്കിൾ നമ്മൾ കംപ്ലീറ്റ് ആക്കി. അപ്പോൾ നമ്മൾ ഇന്നൊരു പെയിൻഫുൾ ആയിട്ടുള്ള സാഹചര്യത്തിൽ കൂടെ അല്ലെങ്കിൽ ഹാപ്പി ആയിട്ടുള്ള സാഹചര്യത്തിൽ കൂടാണ് പോകുന്നതെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളൊരു കാർമിക് സിറ്റുവേഷൻ എൻഡ് ആക്കിയിട്ടുണ്ട്. നിങ്ങൾ അതിൽ ആ കർമ്മ ബാധ്യതയിൽ നിങ്ങൾ രക്ഷപ്പെട്ടിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ റിവാർഡായിട്ട് നിങ്ങൾക്ക് ഭാഗ്യം വരാൻ പോകുന്നു, നിങ്ങൾക്ക് ഫിനാൻഷ്യൽ അബണ്ടൻസ് വരാൻ പോകുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്തരത്തിലുള്ള ഭാഗ്യം ഉണ്ടാകും. ഇപ്പോൾ ലോട്ടറി ആയാലും ചിട്ടി ആയാലും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും. പണം എവിടെ നിന്നാണെന്നറിയില്ല, അതായത് സോഴ്സ് ചിലപ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഇടങ്ങളിൽ നിന്നൊക്കെ നിങ്ങളിലേക്ക് പണം വന്ന് ചേരും എന്നൊക്കെയാണ് ഈ വീൽ ഓഫ് ഫോർച്യൂൺ പറയുന്നത് കേട്ടോ. ദെൻ ബോട്ടം വന്നിരിക്കുന്നത് 10 ഓഫ് കപ്സ് ആണ്. അപ്പോൾ ഒരു ഫാമിലി യൂണിയൻ ആണ്. അപ്പോൾ ഇത് കഴിഞ്ഞ ദിവസവും സെയിം കാർഡ്സ് തന്നെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ 10 ഓഫ് കപ്പ് എന്ന് പറയുന്നത് ഫാമിലി കാർഡാണ്. അപ്പോൾ ഫാമിലിയുമായിട്ട് നിങ്ങൾ വളരെ ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റും. ഒരു ചെറിയ സെപ്പറേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ നിന്ന് വീണ്ടും ഫാമിലി യൂണിയൻ ഉണ്ടാവും. വഴക്കുകളുണ്ടാവുക, കൂട്ടുകൂടുക, ഇത് തന്നെയാണ് ഈ ഫാമിലി എന്ന് പറയുമ്പോൾ എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ ഫാമിലിയോടൊപ്പം കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നതായിരിക്കാം, ഫാമിലിയോടൊപ്പം ഔട്ടിങ്ങിന് പോകുന്നതായിരിക്കാം, ഫാമിലിയോടൊപ്പം ഒരു ട്രിപ്പോ അല്ലെങ്കിൽ ഫുഡ് കഴിക്കാൻ പോകുന്നതോ സിനിമയ്ക്ക് പോകുന്നതോ അല്ലെങ്കിൽ കുറച്ച് സമയം ഒരുമിച്ചിരുന്ന് സ്പെൻഡ് ചെയ്യുന്നതോ ഒക്കെ ആയിരിക്കും. അതൊക്കെയാണ് 10 ഓഫ് കപ്സ് എന്ന് പറയുന്നത്. ഇനി ഫാമിലി അല്ല, ഹസ്ബൻഡ് ആൻഡ് വൈഫ്, മക്കൾ, അങ്ങനെയുള്ള ഫാമിലി അല്ല, അങ്ങനെ ആകണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളായിരിക്കാം, അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടായിരുന്ന ആളുകളായിരിക്കാം, അങ്ങനെ ജീവിച്ചിരുന്ന ആളുകളായിരിക്കാം. അങ്ങനെയുള്ളവരിൽ സെപ്പറേഷൻ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു റീയൂണിയൻ വരുന്നു എന്നാണ് പറയുന്നത്. 10 ഓഫ് കപ്സ് നിങ്ങൾക്ക് വീണ്ടും ആ ഫാമിലിയിൽ ബോണ്ടേജ് സ്ട്രോങ് ആയി കിട്ടും എന്നുള്ളതാണ് കേട്ടോ. നിങ്ങൾക്ക് കുറച്ചും കൂടെ സ്റ്റേബിൾ ആയിട്ടിരിക്കാൻ പറ്റും, ആ ഒരു റിലേഷൻഷിപ്പ് കുറച്ചും കൂടെ സ്ട്രെങ്തൻ ആകും എന്നാണ് 10 ഓഫ് കപ്സ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് മൊത്തത്തിലുള്ളൊരു റീഡിംഗ് എന്ന് പറയുന്നത്. എന്താണ് ഏഞ്ചൽസ് തരുന്ന ഗൈഡൻസ് നോക്കാം. എന്താണ് ഏഞ്ചൽസ് തരുന്ന ഒറാക്കിൾസ്? അബണ്ടൻസ് ആണ്. ഫിനാൻഷ്യൽ അബണ്ടൻസ് ആയിരിക്കാം, ഹാപ്പിനെസ്സിൻ്റെ അബണ്ടൻസ് ആയിരിക്കാം, സമാധാനത്തിൻ്റെ അബണ്ടൻസ് ആയിരിക്കാം. നമ്മൾ എന്താണോ സമൃദ്ധി എന്ന് വിചാരിക്കുന്നത് അത് നമ്മളിലേക്ക് വരും എന്നാണ് കേട്ടോ. ഫിനാൻഷ്യലി നല്ലതായിട്ട് ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിരിക്കുന്ന ഒരു ദിവസമായിരിക്കും. ധാരാളം പണം വന്നു ചേരാൻ സാധ്യത ഉണ്ടെന്നാണ് കേട്ടോ. ദെൻ ലിസൺ ടു യുവർ ഇൻറ്റ്യൂഷൻ, അതാണ് ഹൈ പ്രീസ്റ്റസ് പറയുന്നത്. നിങ്ങളിൽ കൃത്യമായിട്ട് ഇൻറ്റ്യൂഷൻ വർക്ക് ചെയ്യും, നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും എന്താണ് ചെയ്യേണ്ടത് എന്താണ് ചെയ്യേണ്ടതെന്ന്. അത് നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കാൻ പറയുന്നുണ്ട്. ദെൻ യു ആർ റെഡി എന്നാണ്. അപ്പോൾ നിങ്ങൾ ആക്ഷൻ എടുക്കാൻ തയ്യാറായിക്കോളൂ, നിങ്ങളിന്ന് കൃത്യമായിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ്. യൂണിവേഴ്സ് നിങ്ങൾക്ക് എല്ലാ സപ്പോർട്ടും തരുന്നുണ്ട്, നിങ്ങൾ ധൈര്യമായിട്ട് മുന്നോട്ട് പോയിക്കൊള്ളാനാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇന്ന് റെഡിയാണ് എല്ലാത്തിനും. ഓക്കെ, അതാണ് ഏഞ്ചൽസ് തരുന്ന ഗൈഡൻസ്. ഇനി എന്താണ് റൊമാൻസ് ഏഞ്ചൽസ് ലവേഴ്സിന് തരുന്ന എനർജി, അല്ലെങ്കിൽ അവർക്ക് തരുന്ന ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. എന്താണ് റൊമാൻസ് ഏഞ്ചൽസ് ലവേഴ്സിന് കൊടുക്കുന്ന എനർജി എന്ന് നോക്കാം. റൊമാൻസ് ഏഞ്ചൽസ് ലവേഴ്സിന് കൊടുക്കുന്ന ഗൈഡൻസ് എന്താണ്? ഫസ്റ്റ് ലെറ്റ് ഗോ ഓഫ് കൺട്രോൾ ഇഷ്യൂസ് ആണ്. അപ്പോൾ നിങ്ങളിങ്ങനെ ഒരു കൺട്രോൾ ചെയ്തിട്ടാണ് നിൽക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ 4 ഓഫ് പെൻറ്റക്കിളിൻ്റെ എനർജിയിലാണ് നിൽക്കുന്നത്, വിട്ടുകൊടുക്കാൻ തയ്യാറല്ല, നിങ്ങളെ തന്നെ കൺട്രോൾ ചെയ്തിട്ടാണ് നിൽക്കുന്നതെങ്കിൽ ആ കൺട്രോൾ ഇഷ്യൂസിനെ എല്ലാം നിങ്ങൾ വിട്ട് കളയുക. നിങ്ങൾ അൺഫോൾഡ് ആയിട്ടിരിക്കുക, നിങ്ങളെ ഓപ്പണാക്കി വെക്കുക എന്നാണ്. നിങ്ങളിങ്ങനെ കൺട്രോൾ ചെയ്ത് വെക്കേണ്ട ആവശ്യം ഇല്ല. സ്നേഹമാണെങ്കിൽ സ്നേഹം പ്രകടിപ്പിക്കുക എന്നാണ് പറയുന്നത് കേട്ടോ. ഡിസെപ്ഷനാണ്, ഒരു ചീറ്റിംഗ് നടക്കുന്നുണ്ട്. സംബഡി ഈസ് വിയറിങ് എ ഫോൾസ് സെൽഫ് മാസ്ക് ഇൻ ദിസ് റിലേഷൻഷിപ്പ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ആരോ ഒരാൾ ഒരു ചതിയുടെ കാർഡ് അല്ലെങ്കിൽ ചതിയുടെ മുഖം അണിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അവരെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പം റിലേഷൻഷിപ്പിലുള്ള ആളുകൾ ഇന്ന് നിങ്ങളുടെ റൊമാൻസ് ഏഞ്ചൽസ് പറയുന്ന ഇതാണ്, നിങ്ങൾ ഇന്നൊന്ന് ശ്രദ്ധിക്കുക. എന്തെങ്കിലും റെഡ് ഫ്ലാഗ്സ് കാണുന്നുണ്ടോ, നിങ്ങൾക്കുള്ള എന്തെങ്കിലും വാണിങ് എവിടെയെങ്കിലും കിട്ടുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. എന്തോ ഒരു ചീറ്റിംഗ് അവിടെ നടക്കുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. ദെൻ റൊമാൻറ്റിക് ഫീലിങ്സ് ആണ്. നിങ്ങളുടെ റൊമാൻറ്റിക് ഫീലിങ്സ് ഒക്കെ ഇന്ന് പുറത്തെടുക്കൂ. അത് വേർത്ത് എക്സ്പ്ലോർഡ് ആണ്, അതൊക്കെ എക്സ്പ്ലോർ ചെയ്യപ്പെടേണ്ടതാണ്. നിങ്ങളിങ്ങനെ കൺട്രോൾ ചെയ്ത് വെക്കേണ്ട ആവശ്യമൊന്നും ഇല്ല എന്നാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു റീഡിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. കമൻറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ളൊരു കമൻറ്റും കൂടെ ചെയ്യണം. ഇതിൻ്റെ ഈ റൊമാൻസ് ഏഞ്ചൽസിൻ്റെ ബോട്ടം വന്നത് റീകൺസിലിയേഷൻ ആണ് കേട്ടോ. അപ്പോൾ വഴക്കുണ്ടാക്കി നിൽക്കുന്ന ആളുകൾക്കിടയിൽ നിന്നൊരു കോംപ്രമൈസും റീകൺസിലിയേഷനും വരുമെന്നും കാണുന്നുണ്ടേ. അപ്പോൾ ഇത് റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. കമൻറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ളൊരു കമൻറ്റും കൂടെ ചെയ്യണം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അപ്പോൾ നാളെ മറ്റൊരു വീഡിയോ കാണാം. താങ്ക് യു സോ മച്ച്.